നമസ്കാരം. സാമ്പത്തിക തിരിമറിയും യൂത്ത് കോൺഗ്രസിലെ ഭിന്നതകളും കടന്ന് സ്ത്രീ വിഷയത്തിലെത്തിയതോടെ പിടിച്ചു നിൽക്കാനാവാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിറഞ്ഞ ഗർഭഛിദ്ര ആരോപണങ്ങൾ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയപ്പോഴായിരുന്നു യുവനടിയുടെ നിർണായക വെളിപ്പെടുത്തൽ, അതും തെളിവുകൾ സഹിതം. യുവരാഷ്ട്രീയ നേതാവിനെതിരെ ഗുരുതര ആരോപണവുമായി നടിയും മുൻ മാധ്യമപ്രവർത്തകയുമായ റിനി ആൻഡ് ജോർജ് രംഗത്തെത്തി മണിക്കൂറുകൾക്കുള്ളിൽ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷപദം വിട്ടൊഴിയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കോൺഗ്രസിലേക്ക് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ സാധാരണ കോൺഗ്രസ് പ്രവർത്തകർക്ക് അത്ര പരിചിതമല്ലാത്ത തരത്തിൽ തന്നെ പാർട്ടിയിൽ ഉന്നത സ്ഥാനത്തേക്കുള്ള അതിവേഗ വളർച്ച. 2023 യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റായിരുന്ന ഷാഫി പറമ്പിൽ സ്ഥാനമൊഴിഞ്ഞപ്പോൾ സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി. പാർട്ടിക്കുള്ളിലും പുറത്തുമെല്ലാം അന്നേ മുറുമുറുപ്പുകൾ ഉയർന്നിരുന്നു. പാലക്കാട് മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ മിന്നുന്ന വിജയം നേടി നിയമസഭയിലെത്തുമ്പോഴും യുവ നേതാവിനെതിരെ ആരോപണങ്ങൾ കൂടുതൽ ശക്തമായി ഉയർന്നുകൊണ്ടേയിരുന്നു. മാധ്യമപ്രവർത്തകയോട് മോശമായി പെരുമാറിയെന്നും മറ്റ് സ്ത്രീകൾക്ക് ദുരനുഭവം നേരിട്ടെന്നുമെല്ലാം വാർത്തകൾ പുറത്തു വന്നു. ആദ്യഘട്ടത്തിൽ കോൺഗ്രസ് നേതൃത്വവും പ്രതിരോധവുമായി എത്തിയിരുന്നു. ഇത് ഒറ്റപ്പെട്ട സംഭവമല്ലെന്ന് ചൂണ്ടിക്കാണിച്ച് പലരും സൈബറിടങ്ങളിൽ വാദിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും ഇക്കാര്യം അറിയാം. പലർക്കും ദുരനുഭവങ്ങളുണ്ടെന്ന് പ്രതികരണങ്ങൾ വന്നു. മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവരോട് പരാതി പറഞ്ഞിട്ടും പരിഹാരമായില്ലെന്ന് വിമർശനം ഉയർന്നു. അതിനെയെല്ലാം പ്രതിരോധിച്ചുകൊണ്ട് കോൺഗ്രസിലെ യുവ നേതാക്കൾ രംഗത്തെത്തി. സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾക്ക് ഹൂ കെയർസ് എന്നായിരുന്നു രാഹുലിന്റെ മറുപടി. ആർക്കെതിരെയും പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഉയരുന്നത്. പല സ്ത്രീകളുടെയും പേരുകൾ പറയുന്നു. നിയമവിരുദ്ധമായി എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് പറയുന്നവർക്ക് അറിവുണ്ടോ എന്നും രാഹുൽ ചോദിച്ചിരുന്നു. നിയമപരമായി നീങ്ങാനും രാഹുൽ വെല്ലുവിളിച്ചിരുന്നു. എന്നാൽ ആരോപണങ്ങൾ മാറി വെളിപ്പെടുത്തലിലേക്ക് എത്തിയതോടെ രാഹുലിനെ സംരക്ഷിച്ചിരുന്നവർ കൈവിട്ടു. അശ്ലീല സന്ദേശം അയച്ച് നിരന്തരം ശല്യം ചെയ്തുവെന്നും സ്റ്റാർ ഹോട്ടലിലേക്ക് ക്ഷണിച്ചുവെന്നുമാണ് നടിയുടെ ആരോപണം. അയാളുടെ പാർട്ടിയിലെ നേതാക്കളുമായി അടുത്ത ബന്ധമുണ്ടെന്നും അതുകൊണ്ടാണ് പേര് വെളിപ്പെടുത്താത്തതെന്നും നടി പറഞ്ഞിരുന്നു. ആ പ്രസ്ഥാനത്തിലെ മുതിർന്ന നേതാക്കളുടെ കുടുംബത്തിലെ സ്ത്രീകൾക്കും ഇയാൾ ശല്യമാണെന്നും റിനി വെളിപ്പെടുത്തിയിരുന്നു. നിലവിലെ ആരോപണങ്ങൾ പുറത്തുവരും മുൻപ് തന്നെ രാഹുലിനെതിരെ പരാതി ലഭിച്ചിരുന്നു. അന്വേഷിക്കാൻ സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി KPCC നേതൃത്വത്തിന് നിർദ്ദേശം നൽകിയിരുന്നു. ശേഷം ലഭിച്ച വിവരങ്ങളിൽ രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. അതിനുശേഷമാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് രാജിവെക്കാൻ നിർദ്ദേശം നൽകിയത്. യുവനടിയുടെ ആരോപണം സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചയായതോടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി ഹണി ഭാസ്കറും പിന്നാലെ എത്തി. രാഹുൽ മാങ്കൂട്ടം അനുഭവം എന്ന തലക്കെട്ടോടെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിലായിരുന്നു ഹണി ഭാസ്കർ കാര്യങ്ങൾ തുറന്നെഴുതിയത്. 3 വർഷം മുൻപ് തനിക്ക് മോശമായ അനുഭവങ്ങൾ ഉണ്ടായെന്ന് റിനിയും പറഞ്ഞു. യുവ നേതാവിന്റെ പേരെന്താണെന്ന് ചോദ്യത്തിന് മറുപടി നൽകാൻ അവർ തയ്യാറായില്ല. എങ്കിലും അവർ സൂചനകൾ നൽകി. പലതവണ പലതരത്തിൽ മാധ്യമ പ്രതിനിധികൾ ചോദിച്ചെങ്കിലും മറുപടി പറഞ്ഞില്ല. ഹൂ കെയർസ് എന്ന ആറ്റിറ്റ്യൂഡുള്ള യുവ നേതാവിൽ നിന്നാണ് ഈ ദുരനുഭവം എന്ന് റിനി ആവർത്തിച്ചു പറഞ്ഞു. അടുത്തിടെ പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സമാനമായ ആരോപണം ഉയർന്നിരുന്നു. ഇതേക്കുറിച്ച് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ഹൂ കെയർസ് എന്നായിരുന്നു. ഇക്കാര്യം മുൻനിർത്തി രാഹുൽ മാങ്കൂട്ടത്തിലാണോ എന്ന ചോദ്യം ഉയർത്തിയെങ്കിലും റിനി മറുപടി നൽകാൻ തയ്യാറായില്ല. നേതൃത്വത്തോട് താൻ ഇതേപ്പറ്റി പരാതി പറഞ്ഞെങ്കിലും നടപടിയുണ്ടായില്ല. യുവനേതാവിന് വീണ്ടും സ്ഥാനമാനങ്ങൾ ലഭിച്ചു. ഈ യുവനേതാവിന്റെ പ്രസ്ഥാനത്തിലെ പലരുമായി തനിക്ക് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് പേര് പറയാൻ ബുദ്ധിമുട്ടത്. സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ ഇങ്ങനെയായിരുന്നു ആറ്റിറ്റ്യൂഡ്. മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞെട്ടിപ്പോയി. അത് പ്രതീക്ഷിച്ചിരുന്നില്ല. 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാൻ വരണമെന്ന് പറഞ്ഞപ്പോൾ താൻ അയാളെ ഫയർ ചെയ്തു, എന്നിട്ട് ഉപദേശിച്ചു. അപ്പോൾ പ്രമാദമായി സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു. സമൂഹ മാധ്യമങ്ങളിലൊക്കെ ഈ വ്യക്തിയെപ്പറ്റി പരാമർശം വന്നിരുന്നു. ഹൂ കെയർസ് അതാണ്. 3.5 വർഷം മുൻപായിരുന്നു ആദ്യ സന്ദേശം. അവസാനം കഴിഞ്ഞ ഫെബ്രുവരിയിലായിരുന്നു മെസ്സേജ് ഇട്ടത്. അയാളിൽ നിന്ന് പീഡനം നേരിട്ടവർ മുന്നോട്ട് വരണം. തനിക്ക് പീഡനം നേരിട്ടിട്ടില്ല. ഈ വ്യക്തിക്ക് ഒരു സംരക്ഷണ സംവിധാനമുണ്ട്. ഇതിനെതിരെ പരാതി നൽകുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയുമെന്നാണ് ഇയാൾ പറഞ്ഞതെന്നും റിനി ഇന്നലെ വെളിപ്പെടുത്തി. അതിലും നിന്നില്ല. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഇരകളിൽ മുൻ കോൺഗ്രസ് MPയുടെ മകളും ഉൾപ്പെട്ടു എന്നതാണ് പുതിയ വിവരം. വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് രാഹുൽ പിന്മാറിയത് ജാതീയത പറഞ്ഞാണെന്നും AICCക്ക് പരാതി ലഭിച്ചു. അതിനു പുറമെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതികളുടെ പ്രവാഹമാണ് കോൺഗ്രസിൽ കാണുന്നത്. 9-ലധികം പരാതികളാണ് AICCക്ക് ലഭിച്ചത്. അതോടൊപ്പം രാഹുലിനെതിരെ ഞെട്ടിക്കുന്ന ശബ്ദ സംഭാഷണവും പുറത്തു വന്നു. ഗർഭഛിദ്രം നടത്താൻ യുവതിയെ പ്രേരിപ്പിക്കുന്ന ശബ്ദരേഖയാണ് പുറത്തു വന്നത്.